ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നല്ലേ. എന്നാൽ അങ്ങനെ വലിയ ആർഭാടമൊന്നും ഇല്ല. ചെറിയ രീതിയിൽ പിറന്നാൾ ആഘോഷിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നോമ്പല്ലേ, അതുകൊണ്ട്. പിന്നെ ഇന്ന് ആരുമില്ല. ഇന്ന് ഞാനും ഉമ്മയും മാത്രമാണ് നോമ്പ് തുറക്കാൻ. ഇന്ന് പള്ളിയിൽ നല്ല നോമ്പ് തുറയുണ്ട്. അങ്ങനെ അവരെല്ലാം അടുക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് മുട്ട പപ്സും പിന്നെ ചിക്കൻ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ബട്ടർ തേച്ചു, ബ്രെഡ് വെച്ചു. പിന്നെ അതിലേക്ക് ഞാൻ സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് മിക്സ് ചെയ്ത് ഒരു പിസ്സക്കുള്ള സോസ് പോലെയാക്കി പിന്നെ അതിന് തേച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഓണിയൻ ആൻഡ് ടൊമാറ്റോ, പിന്നെ ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഒരു കുഞ്ഞ് പിസ്സ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ മുകൾക്ക് ചീസൊക്കെ ഇട്ട് അടിപൊളിയായി സെറ്റാക്കി. പിന്നെ പാൻ ചൂടാക്കി അടുപ്പത്ത് മൂടി വെച്ചു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും. അടിപൊളി ടേസ്റ്റാണ് ഗൈസ് ഈ പിസ്സയ്ക്ക്. കാരണം ഇത് ചെറുതാണ്, കുറച്ച് ചീസാണ്, ചിക്കനെല്ലാം കുറവാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നവർക്ക് തോന്നും. എന്നാൽ ഇത് കുറച്ചാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിന് ചീസ് ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഇത് സെറ്റാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനും ബാക്കി ജോലി ചെയ്യാം. അടുത്ത പണിയെന്ന് വെച്ചാൽ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഒന്നൊന്നായി ഞാൻ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പപ്പായ, മുന്തിരി, പിന്നെ ബയക്ക സർവത്താക്കിന് കസ്കിസ് ഇട്ട്, പിന്നെ കസ്റ്റർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇന്നലത്തെ മുത്താറി മണ്ണി ഉണ്ടായിരുന്നു, പിന്നെ മുട്ട പപ്സ്, പിന്നെ 2 ഈത്തപ്പഴം കൊണ്ടുവന്നു. പിന്നെ അപ്പോഴേക്കാകുമ്പോൾ പിസ്സ ഒക്കെ സെറ്റായി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി. അപ്പോൾ അതിനെ കൊണ്ടുപോയി ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ സോസാണ്. ഇതില്ലാതെ ഒരു എണ്ണക്കടികളും കഴിക്കാൻ പറ്റുന്നില്ല, അത് മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായി ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ രാത്രിക്കുള്ള കറിയും പത്തിരിയൊക്കെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. നല്ല കൈപ്പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടായിരുന്നത്. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ടീനിലാക്കിയിട്ട്. അടിപൊളി ഫുഡായിരുന്നു പള്ളിയിലത്തെ ഷീറിന്. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കേടാ, ബൈ.